ലൈലത്തുൽ ഖദറിന് എന്താണ് ഇത്രയും വലിയ പ്രത്യേകത എന്നറിയോ? ആ ഒരൊറ്റ രാത്രിക്ക് നിങ്ങളുടെ കഴിഞ്ഞു പോയതിനെയും നിങ്ങളുടെ വരാൻ പോകുന്നതിനെയും നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. ലൈലത്തുൽ ഖദറിന് പടച്ചോൻ അവൻ്റെ സൃഷ്ടികളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയമാണ്. ആരാണ് ലൈലത്തുൽ ഖദറിന് വേണ്ടി കാത്തിരിക്കുന്നതെന്നും അതിന് ഉപയോഗപ്പെടുത്തുന്നതെന്നും അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഒരു സൂറത്ത് തന്നെ പടച്ചോൻ ഈ രാത്രിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് രാത്രി ഈ ഒരു വർഷം ആരൊക്കെ ജീവിക്കും, ആരൊക്കെ മരിക്കും, ആർക്കൊക്കെ രോഗം വരും, ആർക്കൊക്കെ ശിഫയാകും എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും പടച്ചോൻ എഴുതി വെക്കും. ബട്ട് ദ ദുആ ദാറ്റ് യു മേക്ക് ക്യാൻ ചേഞ്ച് ദ ഖദർ. നിങ്ങൾ ആ രാത്രി പടച്ചോനോട് ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ ഖദറിന് നിങ്ങൾക്ക് തന്നെ എഴുതി വെക്കാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടായിരിക്കും വെറും ഒരു സെക്കൻഡിന് 23 മണിക്കൂറിനേക്കാളും, വെറും ഒരു മിനിറ്റിന് 58 ദിവസത്തിനേക്കാളും, ഒരു മണിക്കൂറിന് 9 വർഷത്തിനേക്കാളും പ്രാധാന്യമുള്ള ലൈലത്തുൽ ഖദർ എന്നാണെന്ന് പടച്ചോൻ പറയാതിരുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്. എന്തൊരു കാരണം കൊണ്ടാണോ പടച്ചോൻ മരണം എന്നാണെന്ന് പറയാതിരുന്നത്, അതേ കാരണം കൊണ്ട് തന്നെയാണ് ലൈലത്തുൽ ഖദർ എന്നാണെന്ന് പറയാതിരുന്നത്. സോ ഓരോ രാത്രിയും നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് പടച്ചോന് വേണ്ടി കാത്തിരിക്കണം. ആ കാത്തിരിപ്പിന് ഫലമുണ്ടായാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിജയി നമ്മളായിരിക്കും.